പണ്ട് കോൺഗ്രസിനകത്ത് AI എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ഗോഡ് ഫാദറിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ടീമിൻ്റെ വലയത്തിൽ സംരക്ഷണത്തിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. ഏത് വിഷയം വന്നാലും പെട്ടെന്ന് തന്നെ ഒരു KC വേണുഗോപാലിൻ്റെ മുകളിലേക്ക് ചാരി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കെതിരെ യഥാർത്ഥത്തിൽ ഒരു പടയൊരുക്കം നടക്കുന്നു. ഒരു 70-80% ഓഫ് ദ ടോട്ടൽ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷ മനോഭാവമുള്ളവരാണ്. അവർ ഏത് ചാനലിൽ ജോലി ചെയ്യുന്നവരാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസം തികയുന്നു. അപ്പോൾ പ്രധാനമായും കോൺഗ്രസിനകത്ത് എപ്പോഴും തമ്മിൽ തല്ല് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിസത്തിന് പേരുകെട്ട കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഉള്ളിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ യഥാർത്ഥത്തിലൊരു പടയൊരുക്കം നടക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പടയൊരുക്കവും ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം കോൺഗ്രസ് ശ്രീ സണ്ണി ജോസഫ് വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രിയായതിനു ശേഷം ഒരു സമ്പൂർണ്ണ സംഘടനാ സംവിധാനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിട്ട് ഇല്ലാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ KPCCയെ സംബന്ധിച്ചിട്ട് ഒരു പ്രസിഡൻ്റ് ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ നിൽക്കുന്നത്. ഇവിടെ എല്ലാ കാലത്തും പാർട്ടിയും സർക്കാരും തമ്മിൽ UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ VM സുധീരനായിരുന്നു. കേരളത്തിലെ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് KPCC പ്രസിഡന്റിനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്കും വ്യത്യസ്ത നിലപാടുകളായിരുന്നു. 300 ചില്ലാനും ബാറുകൾ പൂട്ടണം എന്ന് VM സുധീരൻ ആവശ്യപ്പെട്ടു. 700 ചില്ലാനും ബാറുകൾ പൂട്ടിക്കൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി തിരിച്ചടിച്ചു. ഒരുപക്ഷെ കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ താഴെ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ വിഷയങ്ങളിലൊന്ന് സരിത കേസും അതുപോലെ തന്നെ മറ്റൊന്ന് മദ്യവുമായി ബാർകോഴ കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പിൽക്കാല ചരിത്രം നമ്മളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ VD സതീശൻ അധികാരത്തിൽ വന്നിട്ട് 1 മാസം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 2ാമത്തെ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയേണ്ടത് ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സർക്കാരിന് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സംവിധാനം പാർട്ടിക്കകത്ത് ശക്തമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടത് UDFൻ്റെ യോഗം പോലും സത്യത്തിൽ വിളിച്ചു ചേർക്കാതെ കുറേ നാളുകളായി. KPCCയുടെ യോഗത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമായി നമ്മുടെ KPCC സംവിധാനം മാറിയിട്ടും നാളുകളായി. അവിടെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ സർക്കാരിനെതിരെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദങ്ങളെയെല്ലാമാണ് ഇപ്പോൾ സർക്കാരിനെതിരെയുള്ള ശബ്ദങ്ങളായിട്ട് എടുക്കുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ടത് കേരളത്തിൽ മാധ്യമ പ്രവർത്തന രംഗം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 70-80% ഓഫ് ദ ടോട്ടൽ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷ മനോഭാവമുള്ളവരാണ്. അവർ ഏത് ചാനലിൽ ജോലി ചെയ്യുന്നവരാണ്. ഇപ്പം ഞാൻ ജേർണലിസം പഠിച്ച ഒരാളാണ്. ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ടോട്ടൽ എണ്ണം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് മഹാഭൂരിപക്ഷവും അന്നത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള SFIയുടെ നേതാക്കന്മാരായിരുന്നു. അപ്പോൾ ആ SFI നേതാക്കന്മാരാണ് ഇന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മാധ്യമ ലോകത്ത് കാണുന്നത്. അപ്പോൾ ഇവരൊക്കെ തുടർച്ചയായി UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാരിനെ ബലക്ഷയമുള്ള ഒരു സർക്കാരാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് വളരെ മനോഹരമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തതോടുകൂടി ഇപ്പോൾ തിരുവനന്തപുരത്തെ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട മാധ്യമ പ്രവർത്തകന്മാരെ ഇപ്പോൾ പുനർവിന്യസിക്കുകയാണ്. കാരണം വളരെ ഷാർപ്പായി ചോദ്യം ചോദിച്ച് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ പരിശോധിക്കാൻ ശേഷിയുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള മാധ്യമപ്രവർത്തകന്മാരെ തിരുവനന്തപുരത്ത് ഇനി സ്ഥാപിക്കണം, അല്ലെങ്കിൽ അവരെ അവിടെ അപ്പോയിൻ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോലും പല മാധ്യമങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വലിയ കലഹം ഉണ്ടാകുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കലഹം എന്താണ്? കോൺഗ്രസിനകത്തെ കലഹം എന്ന് പറയുന്നത് ഒന്ന് കേശു ഒരു നിലപാട് വ്യക്തമാക്കി. അതിൻ്റെ പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവിയർ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന നടത്തിയത് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അവ സ്വാഭാവികമായും പഴയകാല SFIയുടെ പ്രവർത്തകൻ ആ പാനലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. ആ
SFI പ്രവർത്തകൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ മേൽവിലാസം എന്താണ് എന്നുള്ളതാണല്ലോ പരിശോധിക്കപ്പെടേണ്ടത്. അത് പരിശോധിക്കപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പിന്നീട് അലോഷ്യസ് സേവിയറിന് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ സേക്രഡ് ഹാർട്ട് കോളേജിൽ വെച്ച് നടന്ന പൊതുപരിപാടിക്കിടയിൽ അദ്ദേഹത്തെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളാണ് കോൺഗ്രസിനകത്തെ വിഷയമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഈ പാനലിസ്റ്റായിട്ടുള്ള ഒരാൾ തുടർച്ചയായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വി ആർ അനൂപ് സംസാരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോൾ VD സതീശൻ തന്നെ, ശ്രീ K മുരളീധരൻ തന്നെ, അല്ലെങ്കിൽ ശ്രീ KC വേണുഗോപാലിനെ പോലെ ഉന്നതരായ നേതാക്കന്മാരൊക്കെ സ്ഥിരമായി പറയുന്ന ഒരു കാര്യം ഈ അഭിപ്രായവും ഈ അഭിപ്രായ വ്യത്യാസവുമാണ് കോൺഗ്രസിൻ്റെ സൗന്ദര്യം എന്നാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ വളരെ വലിയ വിഷയമായി കാണേണ്ട ഒരാവശ്യമില്ല. അത്രയും വലിയ ഒരു സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷം കോൺഗ്രസിനകത്തില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? KC വേണുഗോപാലിൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ രൂപം കൊണ്ടതായിട്ട് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹം കേരളത്തിലെടുക്കുന്ന ഓരോ തീരുമാനത്തിനും വളരെ അനുകൂലമായി കൃത്യതയോടുകൂടി നിലപാടെടുക്കുന്ന ഒരാളാണ്. കൂടുതൽ ആയി കേരളത്തിലെ കോൺഗ്രസിൻ്റെ വിഷയങ്ങളിൽ അങ്ങനെ ഇടപെടാതെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഏത് വിഷയം വന്നാലും പെട്ടെന്ന് തന്നെ ഒരു KC വേണുഗോപാലിൻ്റെ മുകളിലേക്ക് ചാരി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും ശ്രീ KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ K മുരളീധരനുമെല്ലാം വ്യക്തിപരമായി വലിയ സൗഹാർദ്ദത്തോടു കൂടി തന്നെയാണ് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പാത തെളിയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KPCCക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസിഡന്റ്, അതുപോലെ ഒരു കമ്മിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു ദോഷം ഇപ്പോൾ വ്യക്തമായി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ BRM ഷഫീറിൻ്റെ ഒരു പ്രസ്താവന ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. BRM ഷഫീർ നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഗോഡ് ഫാദർമാർ വേണം. ഗോഡ് ഫാദർമാർ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പം പല ആളുകൾക്കും അനാഥത്വം അനുഭവിക്കേണ്ടി വരും. പണ്ട് കോൺഗ്രസിനകത്ത് AI എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ഗോഡ് ഫാദറിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ടീമിൻ്റെ വലയത്തിൽ സംരക്ഷണത്തിൽ നിന്ന് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ടീമില്ല. ഇപ്പോൾ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. VD സതീശൻ ഒരു ഗ്രൂപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പില്ല. ഏറ്റവും അടുത്ത ഒരു വലയം അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടുണ്ടാകും. ശ്രീ സണ്ണി ജോസഫ് കേരളത്തിലെ KPCCയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടൊരു ഗ്രൂപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനൊരു ഗ്രൂപ്പില്ല. ഒരു സന്തത സഹചാരി വൃന്ദം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഗ്രൂപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പഴയ I ഗ്രൂപ്പിൻ്റെ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ആ പഴയ I ഗ്രൂപ്പിലെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്നവരാണ്. ശ്രീ KC വേണുഗോപാലിനൊരു ഗ്രൂപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഗ്രൂപ്പും നമുക്ക് ഈ കേരളത്തിൻ്റെ മണ്ണിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു വെപ്രാളം നമ്മുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ പല ആളുകൾക്കുണ്ട്. ഇപ്പം നാളെ മുതൽ ഞാൻ VD സതീശന് അനുകൂലമായിട്ട് ഒരുപാട് പോഡ്കാസ്റ്റുകൾ ചെയ്താൽ എന്നെ VD സതീശൻ സംരക്ഷിക്കുമെന്നോ, ഞാൻ നാളെ മുതൽ KC വേണുഗോപാലിന് അനുകൂലമായി ഒരുപാട് പോഡ്കാസ്റ്റുകൾ ചെയ്താൽ അദ്ദേഹം എന്നെ സംരക്ഷിക്കുമെന്നോ കരുതി ബോധപൂർവം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട്. ഞാൻ അവരോടും എനിക്ക് പറയാനുള്ളൂ, വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൻ്റെ പേരിൽ പറയാനുള്ളത്, ഈ വെള്ളമൊക്കെ വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത്. കാരണം പുതിയ കാലത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങനെ ആരെയെങ്കിലും എല്ലാ കാലത്തും സംരക്ഷിച്ച് നിർത്താനും എല്ലാ കാലത്തും ആരെയെങ്കിലും തൃണവൽക്കരിക്കാനും സാധിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല.